അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ബലിപെരുന്നാളിനോടനുബന്ധിച്ച് വിശ്വാസികൾ നിർവഹിക്കുന്ന മഹത്തായ ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്, അറവ് നടത്തുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ അതിനു വേണ്ടി കരുതുകയും അതിനുവേണ്ടി പണം അയച്ചു കൊടുക്കുകയും ചെയ്തവർ പ്രവാസ ലോകത്തുണ്ട്. നാടുകളിലും നമ്മുടെ നാട്ടിലുമൊക്കെ അവിടെയുള്ള ധാരാളം ആളുകൾ സ്വന്തമായി അറുക്കുവാൻ ഉദ്ദേശിക്കുന്നവരും ഷെയർ ചേർന്നുകൊണ്ട് അറുക്കുവാൻ ഉദ്ദേശിക്കുന്നവരുമൊക്കെയായിട്ട് നിലവിലുണ്ട്. അള്ളാഹു എല്ലാവരുടെയും സദുദ്ദേശങ്ങളെ, ആ നിയ്യത്തുകളെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, അതൊന്ന് തിരുത്തണം എന്ന നിലക്കാണ്. ഉലൂഹിയത്ത് അറുക്കുന്ന വേളയിൽ വാസ്തവത്തിൽ ഇസ്ലാമിന് ചില മര്യാദകളുണ്ട്. അത് പൂർണ്ണമായും നമ്മൾ പാലിച്ചാലാണ് നമുക്കതിൻ്റെ സമ്പൂർണമായ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ സ്വന്തം അറുക്കുകയാണെങ്കിലും ഷെയർ ചേർന്ന് അറവ് നടത്തുകയാണെങ്കിലും ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അറവ് നടത്തുന്ന ഇടങ്ങളിൽ ആരാണോ ആ അറവ് നടത്താൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സാന്നിധ്യമുണ്ടാകൽ വളരെ പുണ്യകരമായൊരു കാര്യമാണ്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ആളുകൾ കാശങ്ങ് അയച്ചു കൊടുക്കും, അതല്ലെങ്കിൽ നാടുകളിൽ കാശ് അവരാണ് കൊടുക്കും. അറക്കുന്ന ഇടങ്ങളിലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒന്നും അവരുടെ സാന്നിധ്യമുണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ അറുക്കുകയാണ് ഏറ്റവും ഉത്തമം. അറുക്കുന്ന വേളയിൽ ഇസ്ലാം പഠിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ബിസ്മില്ലാഹ് ചൊല്ലിക്കൊണ്ട് അറുക്കണം. പിന്നെ അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വാചകം പ്രത്യേകം പുണ്യമാണ്, അത് പറയണം. തീർന്നില്ല, പിന്നീടോ അല്ലാഹുമ്മ ഹാദിഹി മിൻക വലക, അല്ലാഹുവേ ഇതാ ഈ മൃഗം നീ തന്ന നിഅമത്തിൽ നിന്നുള്ളതാണ്, ഇതാ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കണ്ടോ, അല്ലാഹുമ്മ ഹാദിഹി മിൻക വലക. അതേപോലെ തന്നെ ഒരു വ്യക്തി തനിക്കും തൻ്റെ കുടുംബത്തിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അറവ് നടത്തുന്നതെങ്കിൽ ആ സമയത്ത് അല്ലാഹുമ്മ ഹാദിഹി അന്നി വഅൻ അഹ്ലി ബൈതി, ഇതെനിക്കും എൻ്റെ കുടുംബത്തെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, നീ സ്വീകരിക്കണമേന്ന് ആ സമയത്ത് അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുകയെങ്കിലും വേണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അറുക്കുന്ന ആളുകൾ അവിടെ ഇല്ല, വേറെ ഏതോ ഒരാളാണ് അറുക്കുന്നത്, അതല്ലെങ്കിൽ 7 പേർ ഷെയർ ചേർന്നതിൽ അതിൽ ഒരാളാണ് അറുക്കുന്നത് എങ്കിൽ അയാളും കരുതണം, ഇത് അല്ലാഹുമ്മ ഹാദിഹി അൻ സബ്ഇൻ, ഇത് 7 ആളുകൾക്ക് വേണ്ടിയുള്ള അറവാണ് എന്ന്. ഏതാണ് ആ 7 ആളുകൾ? 7 ആളുകളുടെയും കൂടി പേര് പറയേണ്ട അത്യാവശ്യമൊന്നുമില്ല. ഓരോരുത്തരും അവർ അതിനു വേണ്ടി നിയ്യത്ത് ചെയ്ത് കാശ് കൊടുത്തത് അള്ളാഹുവിന് അറിയാമല്ലോ. അപ്പൊ ആ നിലക്ക് അങ്ങനെ നിജപ്പെടുത്തിയ ആ ഉരുവിനെ ഇത് 7 പേർക്കുള്ളതാണ് എന്ന നിലക്കാണ് ആ സമയത്ത് ഒരു കരുത്തുണ്ടാകണം, ഒരു വിചാരമുണ്ടാകണം. അതൊക്കെ അതിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സാധ്യമല്ലെങ്കിൽ അവിടെ സന്നിഹിതനാവാരെങ്കിലും ശ്രമിക്കുക. പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് എല്ലാവരും വേഗം അവരവരുടെ വീടുകളിലേക്ക് പോയി മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാറാണ് പതിവുള്ളത്. ഇവിടെ ഇതിനെ ഏൽപ്പിക്കപ്പെട്ട കൂലിക്കാരോ അതല്ലെങ്കിൽ 1-2 പ്രവർത്തകരോ അല്ലെങ്കിൽ ഏതാനും ചില ആളുകളോ ഒക്കെയാണ് നമ്മുടെ നാടുകളിൽ ഇത് കൂട്ടമായി നിർവഹിക്കുന്ന മഹല്ലുകളിലും പ്രദേശങ്ങളിലുമൊക്കെ ആ സ്ഥലത്തുണ്ടാവുക. 4-5 ഉരുക്കളെയൊക്കെ അറുക്കുന്നുണ്ടാകും. 5-7 35ഓളം ആളുകൾ ഒരു പക്ഷേ ഷെയർ ചേർന്നതായിരിക്കും 5 ഉരുക്കളിലായിക്കൊണ്ട്. അവരൊക്കെ എവിടെ പോയി? പലരും സ്ഥലത്ത് പോലും വരികയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു സമയം നിശ്ചയിക്കുക. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഇത്ര മണിക്ക് അറവ് നടത്തും. എന്തിനാണ് ആ സമയം നിശ്ചയിക്കുന്നത്? ഒരാൾ വന്നില്ല, മറ്റേ ആൾ വന്നില്ല, ആ മൃഗത്തിൻ്റെ ഓഹരിക്കുള്ള ആൾ വന്നിട്ടില്ല എന്നിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. സമയം പറയുക, ആ സമയത്ത് എത്തുന്നവരുണ്ടാകും. അതിന് കുറച്ച് ത്യാഗമൊക്കെ സഹിക്കണം. ബലിപെരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുന്നത് ഈ ബലികർമ്മം തന്നെയും ത്യാഗത്തിൻ്റെ ഓർമ്മകളല്ലേ, ത്യാഗത്തിൻ്റെ ഓർമ്മ പെരുന്നാളല്ലേ ബലിപെരുന്നാൾ എന്ന് പറയുന്ന പെരുന്നാൾ. ഈദുൽ അദ്ഹ എന്ന് പറയുന്ന പെരുന്നാൾ തന്നെ
അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മളൊരു ശ്രദ്ധ വേണം. സ്ഥലത്തുള്ളവരൊക്കെ ഇപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് ക്യാഷ് അയച്ചു കൊടുത്ത ആളുകളുണ്ടാകും. അവർക്കിപ്പോൾ അവിടെ നേരിട്ട് പോയി അറുക്കാനോ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാക്കി തീർക്കുവാനോ ഒന്നും സാധിക്കില്ല. അവർക്ക് സാധ്യമാകുന്നതേ അവർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അവരിവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്തു ചെയ്യുന്നു? അവരിവിടെ നിന്നുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ അവരുടെ മനസ്സിൽ ആ ഒരു ചിന്തയും ആ ഒരു ആഗ്രഹവും ആ ഒരു കർമ്മം സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് സ്വദേശികളായ ആ നാട്ടിൽ അതിന് ഷെയർ ചേർന്നിട്ടുള്ള ആളുകൾ, അതിൻ്റെതായ അവകാശികളായിട്ടുള്ള ആ നാട്ടിലെ ആളുകൾ, അവർ അതിൽ നിന്ന് വിട്ടു നിൽക്കരുത്. അവരവിടെ പോയി അതൊക്കെ കണ്ട് അതിനൊക്കെ സാക്ഷികളായി നിന്നുകൊണ്ട് അതിലൊക്കെ അറുക്കാൻ ആ കൂട്ടത്തിൽ ഒരാൾക്ക്, ഏഴിലൊരാൾക്ക് ആരാണ് അവിടെ സാന്നിധ്യമുള്ളതെങ്കിൽ അയാളുടെ കൈ കൊണ്ട് തന്നെ അറുക്കുക. അതൊക്കെ പുണ്യകരമായ കാര്യമാണ്. ഇത് യാതൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതവിടെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കും. മാത്രമല്ല, പറഞ്ഞ സമയത്ത് ചിലപ്പോൾ മുഴുവൻ ആളുകളും എത്തൂല്ല. ഓരോരുത്തരും നിസ്കാരം കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോയി. ചില ആളുകൾ എത്തി, ചിലർ എത്തിയില്ല, ചിലർ അരമണിക്കൂർ കഴിഞ്ഞിട്ട്, ചിലർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ എത്തും. അങ്ങനെ പലയിടങ്ങളിലും ഞാൻ വരുന്നതിൻ്റെ മുമ്പ് അറുത്തു, അല്ലെങ്കിൽ മറ്റേ ആൾ വന്നത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ, എൻ്റെത് പരിഗണിച്ചില്ല എന്നൊക്കെയുള്ള കലപിലകൾക്ക് പോലും ആ ഒരു പുണ്യദിനത്തിലെ പുണ്യ ചടങ്ങിന് പലപ്പോഴും കാരണമായി തീരാറുണ്ട് എന്നുള്ളതും ഖേദകരമാണ്. അതുകൊണ്ട് തന്നെ കാലേ കൂട്ടി കൃത്യവും വ്യക്തവുമായ നിലക്ക് നാട്ടിലുള്ള ആളുകൾ അത് സംബന്ധമായി ശൂറ ചേരുകയും ഒരു കൃത്യമായ സമയം നിശ്ചയിച്ച് ആ സമയത്ത് എല്ലാവരോടും എത്തിപ്പെടാൻ പറയുകയും സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് അറവ് നിർവഹിക്കുകയും ചെയ്യുക. അതാണ് വേണ്ടത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊരു ഇബാദത്താണ് ചെയ്യുന്നത്. കേവലം ഒരു അറവ് നടത്തുകയല്ല, ഒരു വലിയ പുണ്യകർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. ആ പുണ്യകർമ്മം ഒരു ഇബാദത്തായ കാര്യമാണ് നമ്മൾ ആ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സമ്പൂർണമായ അർത്ഥത്തിൽ ആ ഒരു മാനസികമായ അവസ്ഥയിൽ നമ്മളായി തീരുവാൻ നമ്മുടെ സാന്നിധ്യവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുള്ള ഒത്തുചേരലുമൊക്കെ ഉണ്ടായി തീർന്നാൽ തീർച്ചയായും അത് നമുക്ക് പ്രതിഫലത്തിന് കാരണമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പരിപൂർണമായ നിലക്ക് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.